ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് വീടിന് വേണ്ടിയുള്ള അപേക്ഷകൾ. ലൈഫ് മിഷൻ, പുനർഗേഹം പദ്ധതികൾ വലിയ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് കിടപ്പാടത്തിന് കാത്തിരിക്കുന്നവരുടെ കണക്ക് പുറത്തുവരുന്നത്. നവകേരള സദസ്സിൽ ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചത് 53,402 പരാതികൾ. പരാതികൾ തരംതിരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. കിടപ്പാടം തേടിയുള്ള അപേക്ഷകളാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നതെന്ന് അപേക്ഷകൾ ക്രോഡീകരിക്കുന്ന ADMന്റെ ഓഫീസ് അറിയിച്ചു. വീടിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഏറെയും ലഭിച്ചത് തീരദേശം ഉൾക്കൊള്ളുന്ന അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നുമാണ്. സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന പദ്ധതികളാണ് ലൈഫ് മിഷനും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതിയും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിൻ്റേത് ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റ് എന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. ആലപ്പുഴ ഒരു തീരദേശ മേഖലയിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാം. ലൈഫ് മിഷൻ്റെ വീട് പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകൾ, ഉള്ള വീട് പൊളിച്ചിട്ടിട്ട് ലൈഫ് മിഷൻ്റെ പണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ആളുകളൊക്കെ നിരാശരാണെന്ന്. 1-ാം ഗഡു കിട്ടിയവർക്കൊന്നും തന്നെ 2-ാം ഗഡു കിട്ടുന്നില്ല. 2-ാം ഗഡു കിട്ടിയവർക്ക് 3-ാം ഗഡു കിട്ടുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകളാണ് എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത്. സാധാരണക്കാരന് താങ്ങാനാകാത്ത തരത്തിൽ കുതിച്ചുയരുന്ന ചികിത്സാ ചെലവും കാരുണ്യ പോലെയുള്ള സഹായ പദ്ധതികളുടെ നടത്തിപ്പിലെ പ്രശ്നങ്ങളും വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. തീരദേശത്ത് കടലെടുത്തും കുട്ടനാട്ടിൽ വെള്ളം കയറിയും കിടപ്പാടം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. ലൈഫ് മിഷൻ്റെ പേരിൽ ഉള്ള കിടപ്പാടം പൊളിച്ച് മറ്റൊന്നും പണിയാൻ കഴിയാതെ പ്രതിസന്ധിയിലായവരുമുണ്ട്. ലൈഫ് മിഷൻ വലിയ നേട്ടമായി ഇടത് സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴും കിടപ്പാടമില്ലാത്ത കുറേ മനുഷ്യർ സർക്കാരിൻ്റെ മുൻപിൽ കാരുണ്യം തേടി ഇപ്പോഴും അപേക്ഷകർ മാത്രമായി ജീവിക്കുകയാണ്. MD അധീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.